കേൾക്കാലോ. കേൾക്കാം. എഴുതുന്ന കാണുമല്ലോ. ഓക്കെ. ഓക്കെ. നമ്മള് ഒന്നാമത്തെ മൊഡ്യൂൾ അല്ലേ? ഒന്നാമത്തെ മൊഡ്യൂളിന്റെ ബാക്കി കണ്ടിന്യൂഷൻ. അപ്പൊ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ സ്റ്റീൽ റൂൾ വരെ മാത്രം നോക്കി അല്ലേ? സ്റ്റീൽ റൂൾ മാത്രം നോക്കി. ഇനിയിപ്പോ നമ്മൾ സ്ക്രൈബറും പഞ്ചും ഹാമറും ഈ മൂന്നുമാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ മൊഡ്യൂൾ വേറെ ഒന്നുമല്ല, 3 മാർക്കിന്റെ. ബാക്കി കണ്ടിന്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് സാധനം നമ്മൾ എടുക്കുന്ന സ്ക്രൈബർ അല്ലേ? സ്ക്രൈബർ ഒക്കെ നമ്മൾ ഒന്നിലധികം ഒരുപാട് പ്രാവശ്യം കേട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ വീണ്ടും സ്ക്രൈബർ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്രൈബർ ആദ്യമേ പറയുന്നുണ്ട്. സ്ക്രൈബർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൈ കാർബൺ സ്റ്റീൽ ഉണ്ടല്ലേ? HCS ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. പോരാത്തതിന് ഇത് എന്താ ചെയ്യുന്നത്? ഹാർഡൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും അല്ലെ? ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും സ്ക്രൈബറിലുള്ളത്. ഇത് രണ്ടും നമുക്ക് ബേസിക് ആയിട്ടുള്ള അറിയാനുള്ള സംഗതിയാണ്. നോക്കാം എന്താ ഉപയോഗിക്കുന്നത് നോക്കാം. ലേഔട്ട് വർക്ക് ഇറ്റ് ഈസ് നെസറി ടു സ്ക്രൈബ് ദ ലൈൻസ് ടു ഇൻഡിക്കേറ്റ് ദ ഡയമെൻഷൻ ഓഫ് ദ വർക്ക് പീസ് ടു ബി ഫൈൽഡ് ഓർ മെഷീൻഡ്. എന്തെങ്കിലും ഒരു വർക്ക് സർഫസ് ഉണ്ടെങ്കിൽ ആ വർക്ക് സർഫസിന്റെ പുറത്ത് എത്ര ലെങ്തിലേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ലെങ്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ എത്ര ലെങ്തിലാണ് നിങ്ങൾ മെഷീൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കുന്നത്? സ്ക്രൈബർ ഉപയോഗിക്കുന്നത് അല്ലേ? സ്ക്രൈബർ അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? അങ്ങനെ തന്നെ ചോദിക്കാം. വർക്ക് പീസിനെ ഫയൽ ചെയ്യിപ്പിക്കാം, മെഷീൻ ചെയ്യിപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ കോമൺലി ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൈബർ ആയിരിക്കും. സ്ക്രൈബർ ഈസ് എ ടൂൾ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഈ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും സ്ക്രൈബർ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ അല്ലേ? നമ്മൾ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. പോരാത്തതിന് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹാർഡനിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ വിധേയമാക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർക്കിന്റെ സർഫസിന്റെ പുറത്ത് എന്ത് ചെയ്യുക? ഒരു ഇൻഡന്റേഷൻ മാർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ സർഫസ് എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ഹാർഡൻ ചെയ്തിരിക്കുന്ന ഒരു സർഫസ് ആയിരിക്കും വെച്ചിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ എപ്പോഴും കുറച്ചുകൂടെ ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ മറ്റുള്ള ഒരു വർക്ക് സർഫസിന്റെ പുറത്തൂടെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നിങ്ങൾക്ക് സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. For drawing the clear and sharp lines, the point should be ground and used frequently for maintaining its sharpness. എന്താ ചെയ്യുക? ഈ ഒരു സ്ക്രൈബർ ഉണ്ടെങ്കിൽ സ്ക്രൈബറിന്റെ ഈ ഒരു അറ്റയില്ലേ, അറ്റ എപ്പോഴും പോയിന്റഡ് ആയിട്ടിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? നിങ്ങൾക്ക് ഒരു സർഫസിന്റെ പുറത്തൂടെ ഇതിനിട്ട് ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് ഒരു 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 എന്ത് ചെയ്യാം, ഒരു മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്തും കൂടെ പഠിക്കണം? ഇതിന്റെ പോയിന്റ് ആംഗിളും കൂടെ പഠിക്കണം. ഓർമ്മിച്ച് പറഞ്ഞേ, പോയിന്റ് ആംഗിൾ എന്തായിരുന്നു? സ്ക്രൈബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ് ആംഗിൾ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? പോയിന്റ് ആംഗിൾ ഓഫ് എ സ്ക്രൈബർ എത്രയാണെന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിനകത്തില്ല. കേട്ടില്ല. 12, 15 അല്ലെ? 12 to 15 ഡിഗ്രി എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു ഫിറ്ററിന്റെ ടെക്സ്റ്റിൽ കടന്നിരുന്നത്. ഇനി മറ്റൊരു ഓപ്ഷൻ കൂടെയുണ്ട്. 10 മുതൽ 20 ഡിഗ്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെയുണ്ട്. നമ്മൾ ഈ രണ്ട് ക്വസ്റ്റിനും കാണും തോന്നുന്നു. നമുക്ക് ഉണ്ട് കേട്ടോ, താഴോട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. 10 മുതൽ 20 ഡിഗ്രി ഉണ്ട്, 12 മുതൽ 15 ഡിഗ്രി ഉണ്ട്. ഇപ്പൊ സപ്പോസ് ആരോ സപ്പോസ് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, സപ്പോസ് 12 മുതൽ 15 ഡിഗ്രി ഉണ്ട്, 10 മുതൽ 20 ഡിഗ്രി ഉണ്ട്. രണ്ടും കൂടെ ഓപ്ഷനിൽ ഒന്ന് ഏതടിക്കും? 12, 15 ഉണ്ട്, 10ഉം 20ഉം ഉണ്ട് കേട്ടോ. പോയിന്റ് ആംഗിൾ ഓഫ് എ സ്ക്രൈബർ എന്നുള്ള രീതിയിൽ 10ഉം 20ഉം ഉണ്ട്, 12, 15ഉം ഉണ്ട്. ഏതടിക്കുമായിരിക്കും ആൻസർ കീയില്? 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഏതടിക്കും? ഏതടിക്കുക? 12, 15 അടിക്കണം കേട്ടോ. കുറച്ചുകൂടെ അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് അറിയപ്പെടുന്നത് 12, 15 ആണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ 10, 20 എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ 12, 15 ആണ് കുറച്ചുകൂടെ ഇത്. 10, 20 എന്നുള്ള കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള റേഞ്ച്. അപ്പൊ നോക്കിയേ സ്ക്രൈബർ. അപ്പൊ സ്ക്രൈബർ പറഞ്ഞ എന്തായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടായിരിക്കും. ഇത് ഹാർഡൻ ചെയ്തിട്ടാണ്. ഒരു വർക്കിന്റെ സർഫസ് ഉണ്ടെങ്കിൽ ആ വർക്കിന്റെ സർഫസിന്റെ പുറത്തൂടെ നിങ്ങൾക്ക് ലേഔട്ട് വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ, ഫയലിംഗ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ ചെയ്യിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എത്ര ലെങ്ത്തിലോട്ട് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യിപ്പിക്കാൻ, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സ്ക്രൈബർ ഉപയോഗിക്കുന്നത്. സ്ക്രൈബറിന്റെ അറ്റം എപ്പോഴും എന്ത് ചെയ്യിപ്പിക്കുന്നു? എപ്പോഴും പോയിന്റഡ് ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഇതിന്റെ പോയിന്റ് ആംഗിൾ എന്നറിയപ്പെടുന്നത് 12 മുതൽ 15 അല്ലെങ്കിൽ 10 മുതൽ 20 ഡിഗ്രി ആയിരിക്കും. രണ്ടും എഴുതിയിട്ടേക്കുക. എന്നിട്ട് നമ്മുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണോ അതിന്റെ ഓപ്ഷൻ അനുസരിച്ച് വ്യത്യാസമായിക്കൊണ്ടിരിക്കും. ഇത് രണ്ടുമാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. 10നും 20നും ഇടയ്ക്കാണ് ഈ 12ഉം 15ഉം വരുന്നത്. 10, 20 ഉണ്ടെങ്കിൽ 10, 20 തന്നെ അടിക്കുക. അതേസമയം 12, 15 ആണ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ 12, 15 അടിക്കുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത സ്ക്രൈബർ ആർ അവൈലബിൾ ഡിഫറെന്റ് ഷേപ്പ് ആൻഡ് സൈസസ്. ഒരുപാട് ഷേപ്പിലും ഒരുപാട് സൈസസിലും ഒക്കെ നമുക്ക് എന്ത് അവൈലബിൾ ആയിരിക്കും? സ്ക്രൈബറുകൾ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് സ്ക്രൈബറിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇത് മാത്രമേ ഉള്ളൂ. നോക്കാം. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈസ് ദ പ്ലെയിൻ സ്ക്രൈബർ അല്ലെ? പ്ലെയിൻ ടൈപ്പ് ഓഫ് സ്ക്രൈബറുകളായിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. അതായിരിക്കുന്നതല്ലേ, ഇതൊരു പ്ലെയിൻ ടൈപ്പ് ഓഫ് സ്ക്രൈബർ ആണ്. ആക്ച്വലി ഇതൊരു ബെൻഡ് പീസ് ഒക്കെ വരുന്നത് ബെൻഡ് ടൈപ്പ് ഓഫ് സ്ക്രൈബർ ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ പറയുന്നത് പ്ലെയിൻ ടൈപ്പ് ഓഫ് സ്ക്രൈബർ എന്നാണ് പറയുന്നത്. വേറെ ഒന്നും ഇതിനകത്ത് ഇതില്ല. ഇനി അതുപോലെ തന്നെ ഇതിന്റെ അറ്റത്ത് ഗ്രിപ്പ് ഉണ്ടല്ലേ? ഈ ഗ്രിപ്പ് ചെയ്തിരിക്കുന്ന പാറ്റേൺ എന്താ പറയുക?
ഗ്രിപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള പാറ്റേൺ എന്താ പറയുക? ഗ്രിപ്പിങ്ങിന്റെ പാറ്റേണിന്റെ പേര് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഡാഷ് പാറ്റേൺ എന്ന് പറഞ്ഞ രീതിയിൽ കേട്ടോ, ഓർമ്മിച്ച് വയ്ക്കുക. നൾഡ് പാറ്റേൺ ആയിരിക്കും കേട്ടോ, നൾഡ് പാറ്റേൺ ജസ്റ്റ് കേട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. അതിന് വേണ്ടിയാണ് ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു നൾഡ് പാറ്റേണും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, സ്ക്രൈബറിന്റെ ഇതിൽ നൾഡ് പാറ്റേൺ പ്രൊവൈഡഡ് ഫോർ ഗ്രിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നൾഡ് പാറ്റേൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് കൈ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നിങ്ങൾക്ക് ഒരു ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഒരു ചെറിയ നൾഡ് പാറ്റേൺ കൊടുക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇതാണ് സ്ക്രൈബർ അല്ലേ, സ്ക്രൈബർ. തീർന്നു നോക്കിയേ. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം, സ്ക്രൈബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. വൈ സ്ക്രൈബിംഗ് ലൈൻസ് ദ സ്ക്രൈബർ ഈസ് യൂസ്ഡ് ലൈക്ക് എ പെൻസിൽ സോ ദാറ്റ് ദ ലൈൻസ് ഡ്രോ ആർ ക്ലോസ് ടു ദ സ്ട്രേറ്റ് എഡ്ജ്. അതായത് നമ്മൾ ഇതിപ്പം എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഒരു ട്രൈ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ട്രൈ സ്ക്വയർ ഉണ്ടെങ്കിൽ ആ ട്രൈ സ്ക്വയറിന്റെ ഇതിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യിപ്പിക്കുന്നത്, ഇതൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ രീതിയിൽ പെൻസിലിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതേപോലത്തെ രീതിയിൽ വരയ്ക്കുന്നത്. നമ്മൾ സ്ക്രൈബറിനെ കൈ കൊണ്ട് പിടിക്കുക, അതോ ഇദ്ദേഹം കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നു, അപ്പൊ എങ്ങനെയാണോ പിടിച്ചിരിക്കുന്നത് അങ്ങനത്തെ രീതിയിൽ വേണം നിങ്ങൾ സാധാരണ രീതിയിൽ വരയ്ക്കുന്നത്. സ്ക്രൈബിംഗ് ലൈൻസ് സ്ക്രൈബർ ഈസ് യൂസ്ഡ് ലൈക്ക് എ പെൻസിൽ സോ ദാറ്റ് ദ ലൈൻസ് ഡ്രോൺസ് ആർ ക്ലോസ് ടു ദ സ്ട്രേറ്റ് എഡ്ജ്. സ്ട്രേറ്റ് എഡ്ജിന്റെ ആ ഒരു ഭാഗമില്ലേ, നമ്മുടെ ട്രൈ സ്ക്വയറിന്റെ സ്ട്രേറ്റ് എഡ്ജ് എന്ന് പറഞ്ഞ ഭാഗമില്ലേ, ആ സ്ട്രേറ്റ് എഡ്ജിനെ കറക്റ്റ് ക്ലോസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നത്. ചുമ്മാ അറിഞ്ഞിരുന്നാൽ മതി. ഇനി സ്ക്രൈബർ പോയിന്റ്സ് ആർ വെരി ഷാർപ്പ് അല്ലെ, ആ ഒരു പോയിന്റ്സ് എന്ന് അറിയപ്പെടുന്ന ഭയങ്കര ഷാർപ്പാണ്. അതുകൊണ്ട് therefore do not put the scriber in your pocket. ഇപ്പം സ്ക്രൈബർ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെൻസിലുകൾ പോക്കറ്റിൽ വെക്കുന്നത് പോലെ സ്ക്രൈബറുകളെ ഡയറക്റ്റ് ആയിട്ട് പോക്കറ്റിൽ വെക്കാതിരിക്കുക. എന്നിട്ട് ഇതിന്റെ പോയിന്റഡ് എഡ്ജ് ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം, ഒരു ചെറിയ കോർക്കിന്റെ ഒരു പീസ് അല്ലെങ്കിൽ ഒരു കോർക്കിന്റെ ഒരു പീസ് ഇല്ലേ, നമ്മുടെ ആ കോർക്കിന്റെ പീസോ എന്തെങ്കിലും എപ്പോഴും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അറ്റ എപ്പോഴും സംരക്ഷിച്ച് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിനൊരു കോർക്ക് പോലെ ഒരു സംഗതി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇതിന്റെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ കൈകളിലോ അങ്ങനെ ഒന്നും കയറി കുത്തത്തില്ല എന്ന്. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. പ്ലേസ് എ കോർക്ക് ഓൺ ദ പോയിന്റ് വെൻ നോട്ട് ഇൻ യൂസ് ടു പ്രിവെന്റ് ദ ആക്സിഡൻസ്. ഇതിന് വഴി ഉണ്ടാകുന്ന ആക്സിഡൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അറ്റ എപ്പോഴും എന്ത് ചെയ്യിപ്പിക്കണം, നമ്മൾ ഒരു കോർക്ക് പോലുള്ള ഒരു സെറ്റപ്പും കൂടെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി, പ്രൊവൈഡ് ചെയ്യിപ്പിക്കും. നമുക്ക് ഇങ്ങനെ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ചുമ്മാ നമുക്ക് നോട്ട് ഇൻ യൂസ് നമുക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അതിന്റെ അറ്റത്ത് എപ്പോഴും എന്ത് ചെയ്യിപ്പിക്കണം, ഒരു കോർക്ക് പോലൊരു സാധനം കൂടെ വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇതാക്കുക എന്നാണ്. അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടി, ഫോർ ദ സേഫ്റ്റി മെഷറിന് വേണ്ടി ഇതാക്കുന്നു. ജസ്റ്റ് അറിഞ്ഞത് സ്ക്രൈബർ എന്താണ്, വളരെയധികം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. സ്ക്രൈബറുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം കുറച്ച് കാര്യങ്ങൾ, എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കേട്ടു വെച്ചേക്കാം. ഓക്കെ, സ്ക്രൈബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത സിലബസ് പ്രകാരം നമുക്ക് അടുത്ത കൊടുത്തിരിക്കുന്ന സംഗതി എന്ന് അറിയപ്പെടുന്നത് പഞ്ചസ് അല്ലെ. പഞ്ചസ് പേര് പോലെ തന്നെ എന്താണ് പഞ്ചസ് എന്ന് നോക്കാം. ടൈപ്പ് ഓഫ് മാർക്കിംഗ് പഞ്ചസ് അല്ലെ. പഞ്ചസുകൾ നമുക്ക് പല ടൈപ്പില് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പഞ്ചസ് ആർ യൂസ്ഡ് ഇൻ ഓർഡർ ടു make a certain dimensional features of a layout permanently. നോക്കി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, പെർമനന്റ് ആയിട്ട് അതിന്റെ പുറത്തൂടെ ഒരു മാർക്കിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, സ്ക്രൈബർ ഉപയോഗിച്ച് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വരയാണ് വരച്ചെങ്കിൽ പഞ്ച് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഇതിന്റെ പുറത്തൂടെ ഇങ്ങനെ പഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു പഞ്ച് അല്ലെ, പഞ്ച് മാർക്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പഞ്ചസ് ഉപയോഗിക്കുന്നത്. അത് പെർമനന്റ് മാർക്കിംഗ് ആണ്. ഇനി നോക്കി, ദർ ആർ ടു ടൈപ്പ് ഓഫ് പഞ്ചസ്. മേജർ ആയിട്ട് നമ്മൾ പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് പഞ്ചസ് ആണ് അവൈലബിൾ ആവുന്നത്. ഒരെണ്ണം വന്നിട്ട് സെൻട്രൽ, രണ്ടാമത്തേനെ പറയുന്നത് പ്രിക് പഞ്ച് എന്ന്. നോക്കി, ഒരെണ്ണം വന്നിട്ട് സെൻട്രൽ പഞ്ച് എന്ന്, രണ്ടാമത്തേനെ പറയുന്നത് പ്രിക് പഞ്ച് എന്ന്. നോക്കി, ഇതും എന്തുകൊണ്ടായിരിക്കും, ഈ പഞ്ചും ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് മെറ്റീരിയലാണ്, ഹൈ കാർബൺ സ്റ്റീൽ അല്ലെ. ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും പഞ്ചസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതും എന്ത് ചെയ്തിരിക്കുന്നു, ഹാർഡൻ ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തിരിക്കുന്നത്, ഹാർഡൻ ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അറിയാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് പഞ്ചസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരെണ്ണത്തിന് നമ്മൾ സെൻട്രൽ പഞ്ച് എന്നും രണ്ടാമത്തിന് നമ്മൾ എന്താ പറയുന്നത്, പ്രിക് പഞ്ച് എന്നും പറയും അല്ലെ. പ്രിക് പഞ്ച് മേജർ ആയിട്ട് രണ്ട് രീതിയിലായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്. നോക്കാം, ഒന്നാമത്തെ സാധനത്തിന് സെൻട്രൽ പഞ്ച് എന്ന് പറയും. എന്താ സെൻട്രൽ പഞ്ച്, ആംഗിൾ ഓഫ് പോയിന്റ് അല്ലെ. ഇതിന് അറ്റത്തിരിക്കുന്ന സംഗതിയാണ് ഈ പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു അറ്റത്തിരിക്കുന്ന സാധനത്തിനായിരിക്കും പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഈ എ പറയുന്ന സാധനമായിരിക്കും നമ്മുടെ സെൻട്രൽ പഞ്ച്. നോക്കി, എ ആണ് നമ്മുടെ സെൻട്രൽ പഞ്ച് എങ്കിൽ ആ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയാണ് പറയുന്നത്, 90 ഡിഗ്രി ഇൻ ദ സെൻട്രൽ പഞ്ച്. ദ പഞ്ച് മാർക്ക് മെയ്ഡ് ബൈ ദിസ് ഈസ് വൈഡ് ആൻഡ് നോട്ട് വെരി ഡീപ്പ്. നോക്കി, ദ പഞ്ച് മാർക്ക് മെയ്ഡ് ബൈ ദിസ് ഈസ് വൈഡ്, അതായത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പഞ്ച് മാർക്ക് എന്നറിയപ്പെടുന്നത് ഭയങ്കര വൈഡ് ആയിരിക്കും ആൻഡ് നോട്ട് വെരി ഡീപ്പ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അത്ര ഡീപ്പ് ആയിട്ടുള്ള സാധനമല്ല, പക്ഷെ the punch mark made by this is wide and not very deep. ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള പഞ്ച് മാർക്ക് അല്ല കിട്ടുന്നത്, അതേസമയം ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു പഞ്ച് മാർക്ക് ആയിരിക്കും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ദ പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ദ സെന്റർ ഓഫ് ഹോൾസ്. എന്തിനാ വേണ്ടി ഇതാക്കുന്നത്, അപ്പം സെൻട്രൽ പഞ്ച് എന്തിനാ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഹോളുകൾ ലൊക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സെൻട്രൽ പഞ്ചുകൾ നമുക്ക് ഇത് അടിക്കുന്നത് അല്ലെ. സെൻട്രൽ പഞ്ച് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ലൊക്കേറ്റിംഗ് ദ സെന്റർ ഓഫ് ഹോൾ, ഹോളുകളുടെ സെന്ററുകൾ ലൊക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സെൻട്രൽ പഞ്ച് ഉപയോഗിക്കുന്നത്. ദ വൈഡ് പഞ്ച് മാർക്ക് ഗീവ് എ ഗുഡ്
ഗുഡ് സീറ്റിംഗ് ഫോർ സ്റ്റാർട്ടിംഗ് ദ ഡ്രില്ല്. നോക്കിയേ, ഡ്രില്ല് അടിക്കുന്നതിന് മുന്നേ ഒരു പർട്ടിക്കുലർ സർഫസ് ഉണ്ടെങ്കിൽ ആ സർഫസിന്റെ പുറത്ത് നിങ്ങൾക്ക് ഡ്രില്ല് അടിക്കണമെങ്കിൽ ഡയറക്റ്റ്ലി ഡ്രില്ല് കൊണ്ടുപോയിട്ട് അടിക്കുന്നതിനെ കാട്ടിയും ഏറ്റവും ബെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു മാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുക. എന്തിന്റെ ഹെൽപ്പോട് കൂടി? സെൻട്രൽ പഞ്ചിന്റെ ഹെൽപ്പോട് കൂടി ചെറിയൊരു മാർക്കിംഗ് പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യിപ്പിക്കാൻ, ആ ഒരു ഡ്രിൽ ബിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ഉപയോഗിക്കുന്നത്? സെൻട്രൽ പഞ്ച് ഉപയോഗിക്കുന്നത്. ഇതിനകത്തുള്ള എല്ലാ സെന്റൻസും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എന്തായിരുന്നു സെന്റൻസുകളാണ്. എല്ലാ കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. 90 ഡിഗ്രി ആണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. വൈഡ് ആണ്, നോട്ട് മച്ച് ഡീപ്പ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ, സെൻട്രൽ ഹോളുകൾ ലൊക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ പഞ്ച്. അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അല്ലെ. സെൻട്രൽ ഹോൾ എന്ന് പറഞ്ഞ സാധനം തന്നെ സെൻട്രൽ പഞ്ച് എന്നുള്ള സംഗതി കിട്ടും. അതുപോലെ വൈഡ് പഞ്ച് മാർക്കുകൾ അടിക്കാൻ വേണ്ടി എന്തിനു വേണ്ടിയിട്ടായിരിക്കും വൈഡ് പഞ്ച് മാർക്ക് അടിക്കുന്നത്? സീറ്റിംഗ് സ്റ്റാർട്ടിംഗ് ഫോർ ഡ്രിൽ അല്ലെ. ഡ്രില്ല് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്നത് സെൻട്രൽ പഞ്ചാണ്. അപ്പം ഫിഗറിൽ 1A അല്ലെ, 1ൽ A എന്ന് പറഞ്ഞ സംഗതി ആയിരിക്കും നമ്മുടെ സെൻട്രൽ പഞ്ച് പറയുന്നത്. സെൻട്രൽ പഞ്ച് 90 ഡിഗ്രി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതാണ് സെൻട്രൽ പഞ്ച്. ഹൈ കാർബൺ സ്റ്റീൽ അല്ലെ, ഏത് പഞ്ച് എടുത്താലും ഹൈ കാർബൺ സ്റ്റീൽ തന്നെ ആയിരിക്കും. ഹാർഡൻ ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടും കൂടെ ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് പ്രോപ്പർ രീതിയിൽ ഗ്രൈൻഡിങ് ശേഷം വരുന്ന ആ സാധനമായിരിക്കും പഞ്ച് എന്നാണ്. അതാണ് ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, ഗ്രൗണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ടൈപ്പിനെ പറയുന്നത് പ്രിക് പഞ്ച് അല്ലെ. പ്രിക് പഞ്ച് പറയുന്ന സമയത്ത് പ്രിക് പഞ്ചിനെ നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. എങ്ങനെയാ പറയുന്നത്? പ്രിക് പഞ്ചിനെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒരെണ്ണത്തിനെ നമ്മൾ പറയുന്നത് 30 ഡിഗ്രി ടൈപ്പ് ഓഫ് പ്രിക് പഞ്ചും ഉണ്ട്, മറ്റൊരെണ്ണം വന്നിട്ട് 60 ഡിഗ്രി ടൈപ്പ് ഓഫ് പ്രിക് പഞ്ചും ഉണ്ട്. എങ്ങനെയാണ്? 30 ഡിഗ്രി ടൈപ്പ് ഓഫ് പ്രിക് പഞ്ചും ഉണ്ട്, അതുപോലെ തന്നെ 60 ഡിഗ്രി ടൈപ്പ് ഓഫ് പ്രിക് പഞ്ചും ഉണ്ട്. അപ്പൊ ദ ആംഗിൾ ഓഫ് എ പ്രിക് പഞ്ച് ഈസ് 30 or 60 ഡിഗ്രി. 30 ഡിഗ്രി ഉള്ള സാധനത്തിന് ഒരു പ്രിക് പഞ്ച് എന്നും പറയും, 60 ഡിഗ്രിയിലെ മറ്റൊരു രീതിയിലുള്ള പ്രിക് പഞ്ച് എന്നും പറയും. 60 ഡിഗ്രി ഉള്ള പ്രിക് പഞ്ചിനെ നിങ്ങൾ എന്തുവാ പഠിക്കുന്നത്? ഡോട്ട് പഞ്ച് എന്ന് പറയും. എന്താ പറയുന്നത്? 60 ഡിഗ്രി ഉള്ള പ്രിക് പഞ്ച്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. 60 ഡിഗ്രി ഉള്ള പ്രിക് പഞ്ചിനെ എന്താ പറയുന്നത്? ഡോട്ട് പഞ്ച് എന്ന് പറയും. നോക്കിയാ, ദ 30 ഡിഗ്രി എന്താണ് പോയിന്റ്, 30 ഡിഗ്രി പോയിന്റ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്സ് നീഡഡ് ഫോർ പൊസിഷനിങ് ഡിവൈഡർ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിവൈഡർ വെക്കണമെങ്കിൽ, ഏതെങ്കിലും ഒരു സർഫസ് അല്ലെ, നമ്മുടെ ഒരു വർക്കിംഗ് സർഫസ് ഉണ്ടെങ്കിൽ വർക്കിംഗ് സർഫസിന്റെ പുറത്ത് എവിടെയെങ്കിലും ഡിവൈഡർ വെക്കണമെങ്കിൽ ഡിവൈഡറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പഞ്ച് മാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ഉപയോഗിക്കുന്നത്? 30 ഡിഗ്രി ഉള്ള ഒരു പഞ്ചസ് ഉപയോഗിക്കുന്നത് അല്ലെ. യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്സ് അല്ലെ. അതാണ് 30 ഡിഗ്രി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പൊസിഷനിങ് ദ ഡിവൈഡർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് എന്താ ഉപയോഗിക്കുന്നത്? 30 ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഇനി അടുത്ത് പറയുന്നത് ഡിവൈഡർ പോയിന്റ് വിൽ ഗെറ്റ് എ പ്രോപ്പർ സീറ്റിംഗ് ഇൻ ദ പഞ്ച് മാർക്ക് അല്ലെ. ആ ഒരു പഞ്ച് മാർക്കിന്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ, ഡിവൈഡറിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സീറ്റിംഗും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള പഞ്ചസ് ഉപയോഗിക്കുന്നത്. അത് ഏത് പഞ്ചാ പറയുന്നത്? 30 ഡിഗ്രി ഉള്ള പഞ്ചാണ് അല്ലെ. 30 ഡിഗ്രി ഉള്ള പഞ്ച് ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്? ഡിവൈഡറിന് വേണ്ടിയിട്ട് അല്ലെ, ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള ഒരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്ത പറയുന്നതായിരിക്കും 60 ഡിഗ്രി പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് വിറ്റ്നസ് മാർക്ക് ആൻഡ് കോൾഡ് ഡോട്ട് പഞ്ച്. നോക്കി, 60 ഡിഗ്രി ഉള്ള പ്രിക് പഞ്ചിനെ ആയിരിക്കും, 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിക് പഞ്ചിനെ എന്താ പറയുന്നത്? എപ്പോഴും ഡോട്ട് പഞ്ച് എന്നായിരിക്കും പറയുന്നത് അല്ലെ. 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പഞ്ചസിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരാണ് ഡോട്ട് പഞ്ച്. എന്തിനാ ഉപയോഗിക്കുന്നത്? വിറ്റ്നസ് മാർക്കിംഗ് അല്ലെ. വിറ്റ്നസ് മാർക്കിംഗ് ദ വിറ്റ്നസ് മാർക്കിംഗ്. അതായത് ഒരു ലൈൻ സാധനങ്ങൾ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിൽ ഇവിടെ ഇങ്ങനെ എന്താ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രേറ്റ് ലൈനിൽ നമുക്കൊരു കട്ടിങ്ങും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ അപ്പൊ അവിടെ ഇതിനെ നമ്മൾ പറയുന്നത് വിറ്റ്നസ് മാർക്കിംഗ് എന്നുള്ള രീതിയിൽ അങ്ങനെ മാർക്ക് ചെയ്ത് ചേർത്ത് ഡോട്ടഡ് അടിച്ച് ഇങ്ങനെ പോകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പഞ്ച് ആയിരിക്കും. അതാണ് നമ്മൾ 60 ഡിഗ്രിക്ക് ഉപയോഗിക്കുന്നത്. 30 ഡിഗ്രിക്ക് എന്താ ഉപയോഗിക്കുന്നത്? 30 ഡിഗ്രിക്ക് ഉപയോഗിക്കുന്നത് ഡിവൈഡറിന് വേണ്ടിയിട്ട്. 90 ഡിഗ്രി എന്തിനാ ഉപയോഗിക്കുന്നത്? ഡ്രില്ലുകൾക്ക് വേണ്ടിയിട്ട്. അതേസമയം 60 ഡിഗ്രി എന്തിനാ ഉപയോഗിക്കുന്നത്? അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. മാർക്കിംഗ് വിറ്റ്നസ് മാർക്ക് അല്ലെ. വിറ്റ്നസ് മാർക്കുകളെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സാധാരണയായിട്ട് 60 ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഇനി നോക്കി, അതിനുശേഷം അടുത്ത് കൊടുത്തിരിക്കുന്നത് വിറ്റ്നസ് മാർക്ക് ഷുഡ് നോട്ട് ബി ടു ക്ലോസ് ടു വൺ അനദർ അല്ലെ. ഒരു കാരണവശാലും വിറ്റ്നസ് മാർക്ക് തൊട്ട് അടുത്തല്ലേ, അടുത്തടുത്തൊന്നും പാടില്ല. അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ വേണം എപ്പോഴും വിറ്റ്നസ് മാർക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ കാര്യങ്ങളൊന്നും നമ്മുടെ എന്തിലില്ല, നമ്മുടെ ടെക്സ്റ്റിനകത്ത് അതിന്റെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇപ്പം ഇത്രയും അറിഞ്ഞാൽ മതി. ഇത്രയും ക്ലിയർ ആണോ? സെൻട്രൽ പഞ്ച്, പ്രിക് പഞ്ചിന് രണ്ടെണ്ണം ഉണ്ട്, ഡോട്ട് പഞ്ചും അതുപോലെ തന്നെ 30 ഡിഗ്രി ആയിട്ടുള്ള പ്രിക് പഞ്ചും 60 ഡിഗ്രി ആയിട്ടുള്ള ആ ഒരു പഞ്ചിന്റെ പറയുന്ന പേരായിരിക്കും നമ്മുടെ ഡോട്ട് പഞ്ച്. ഇത് 90 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതായിരിക്കും സെൻട്രൽ പഞ്ച്. എല്ലാ പഞ്ചുകളും ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്തായിരിക്കും? ഹൈ കാർബൺ സ്റ്റീൽ തന്നെയായിരിക്കും. ഇത് ക്ലിയർ ആണ്? ഇത്രയും ക്ലിയർ അല്ലേ? അറിയാന്നുള്ള കാര്യങ്ങൾ അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും ക്ലിയർ അല്ലേ? ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഉണ്ടോ എല്ലാവരും?
ഇനി നമ്മളടുത്ത ലാസ്റ്റത്തെ ഇന്നത്തെ നമുക്ക് ലാസ്റ്റത്തെ ടോപ്പിക്ക് നമ്മൾ പറയുന്നത് ഹാമർ അല്ലേ. നമുക്ക് എന്ത് തന്നെ ആയിരുന്നാലും ശരി തന്നെ പഞ്ചസോ എന്ത് തന്നെ ആയിരുന്നാലും ശരി തന്നെ എന്തെങ്കിലും ഇതിനെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു വർക്കിന്റെ മെറ്റീരിയൽ നമ്മൾ പഞ്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം പഞ്ചിനെ എന്ത് ചെയ്യിപ്പിക്കണം, എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സ്ട്രൈക്ക് ചെയ്യണം അല്ലെ. സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് എന്താ ഉപയോഗിക്കുന്നത്, ഹാമർ അല്ലെ, ചുറ്റിക എന്ന് പറഞ്ഞ സംഗതി ആയിരിക്കും ഉപയോഗിക്കുന്നത്. നോക്കാം, an engineer hammer is a hand tool used for striking purpose. അപ്പൊ എന്തിനാണ് സ്ട്രൈക്കിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരെന്താണ്, ഹാമർ. എന്തൊക്കെ ചെയ്യാം നമുക്ക് ഹാമർ ഉപയോഗിച്ചിട്ട്, പഞ്ച് ചെയ്യിപ്പിക്കാം, ബെൻഡ് ചെയ്യിപ്പിക്കാം, സ്ട്രൈറ്റനിങ് ചെയ്യിപ്പിക്കാം, ചിപ്പ് ചെയ്യിപ്പിക്കാം, ഫോർജ് ചെയ്യിപ്പിക്കാം, റിവറ്റ് ചെയ്യിപ്പിക്കാം. കണ്ടല്ലേ, ഇത്രയും പർപ്പസസ് ഒക്കെ ആയിരിക്കും നമുക്കുള്ളത്. ഇതല്ല, ഇതിനെക്കാട്ടിയും കൂടുതലായിട്ടുള്ള പർപ്പസും കാര്യങ്ങളുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഇത്രയും പർപ്പസസുകളാണ് അല്ലെ. ഇത്രയും പർപ്പസസ് എന്തൊക്കെ ചെയ്യാം, പഞ്ച് ചെയ്യിപ്പിക്കാം. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പഞ്ചസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഞ്ചിന്റെ പുറത്തൂടെ തന്നെ അല്ലെ, പഞ്ച് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, പഞ്ച് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ ഇതിന്റെ പുറത്തൂടെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഹാമർ ഉപയോഗിക്കാം. അങ്ങനെ തന്നെ പഠിച്ചിരിക്കാം, ഹാമർ ഉപയോഗിക്കാം. പഞ്ചിങ്, ബെൻഡിങ്, സ്ട്രൈറ്റനിങ്, ചിപ്പിങ്, ഫോർജിങ്, റിവറ്റിങ്, ഇത്രയും പർപ്പസസ് ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്, ഹാമർ ഉപയോഗിക്കുന്നത് അല്ലെ, ചുറ്റിക ഉപയോഗിക്കുന്നത്. നോക്കി, ഹാമറിന്റെ ഫിഗറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ പഞ്ചുണ്ട്, ഒരാൾ ഒരു കൈ വെച്ചിട്ട് പഞ്ചിനെ പിടിക്കുന്നുണ്ട്, മറ്റേ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ ഒരു ഹാമർ ഉപയോഗിച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്, ഹാമർ ഉപയോഗിക്കുന്നത്. നോക്കാം, ദ മേജർ പാർട്സ് ഓഫ് എ ഹാമർ. ഹാമറുമായിട്ട് ബന്ധപ്പെട്ട് മേജർ ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് പാർട്സുകൾ. ദ മേജർ പാർട്സ് ഓഫ് ഹാമർ, ഹെഡ് ആൻഡ് ഹാൻഡിൽ. നോക്കിയേ, മേജർ പാർട്ട് ഓഫ് ഹാമർ, ഹാമറിന്റെ മേജർ ആയിട്ടുള്ള പാർട്ട് എത്ര എന്നാണ് പറയുന്നത്, വെറുതെ 2 എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരെണ്ണം വന്നിട്ട് ഹെഡ് എന്നും മറ്റൊരെണ്ണം വന്നിട്ട് എന്തായിരിക്കും, ഹാൻഡിലായിരിക്കും. നോക്കി, ഹെഡ് എന്ന് പറയുന്നത് ഈ ഒരു തലഭാഗം, മറ്റേത് വന്നിട്ട് ഈ ഹാൻഡിൽ അല്ലെ, ഈ ഒരു പിടി ഭാഗമായിരിക്കും നമ്മുടെ ഹാൻഡിൽ. അപ്പൊ മേജർ ആയിട്ട് നമ്മുടെ ആ ഒരു ഹാമറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എത്ര പാർട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ വെറുതെ പറയുക, 2 പാർട്ടേ ഉള്ളൂ. ഒരെണ്ണത്തിന് ഹെഡ് എന്നും മറ്റൊരെണ്ണത്തിന് ഹാൻഡിൽ എന്നും പറയും. അപ്പൊ നോക്കാം, ദ ഹെഡ് ഈസ് മെയ്ഡ് ഓഫ്, എന്തായിരിക്കും, അതും പഠിക്കണം. അടുത്ത സാധനം നോക്കി, ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഒന്നെങ്കിൽ ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. എന്താണ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ കേട്ടോ. ഹെഡുകൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. വൈൽ ദ വുഡൻ ഹാൻഡിൽ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് അബ്സോർബിങ് ഷോക്ക് അല്ലെ. നമ്മുടെ ആ വുഡൻ ഹാൻഡിൽ, ഈ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്ന വുഡും ഉണ്ടായിരിക്കും അല്ലെ, വുഡും ഉണ്ടായിരിക്കും. നമ്മൾ മോസ്റ്റ് കോമൺലി ഹാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, ഹാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന വുഡും ഉണ്ടായിരിക്കും. ആ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൊണ്ട് തന്നെ നമ്മൾ ഇത് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഈ ഒരു വുഡിനെ എന്ത് അബ്സോർബ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി കാണണം, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഷോക്കിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി കാണണം. അപ്പൊ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് വുഡുകളായിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി പ്രിഫർ ചെയ്യുക. അപ്പം ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. എന്താണ് മെറ്റീരിയൽ, ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. അതേസമയം വുഡൻ ഹാൻഡിൽ എന്നറിയപ്പെടുന്നത് നിങ്ങൾ അതായത് ഹാൻഡിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വുഡ് കൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല രീതിയിൽ ഈ ഷോക്കുകൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ടൈപ്പ് ഓഫ് വുഡുകൾ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുക. അതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പറയാം. ദ പാർട്സ് ഓഫ് എ ഹാമർ ഹെഡ്. നമ്മൾ പറഞ്ഞു മേജർ ആയിട്ട് ഹെഡും ഉണ്ട് ഹാൻഡിലും ഉണ്ട്. ഹാൻഡിലിനകത്ത് നമുക്ക് ഇനി വേറെ പാർട്സുകളൊന്നും പഠിക്കാനില്ല. അതേസമയം നമുക്ക് ഹാമറിന്റെ ഹെഡിന് കുറച്ച് പാർട്സുകൾ എക്സ്ട്രാ ഉണ്ട്. ഹാമറിന്റെ ഹെഡുകൾ പറയുന്ന കുറച്ച് പാർട്സുകൾ, ഒരെണ്ണത്തിന് ഫേസ്, മറ്റൊരെണ്ണത്തിന് പീന്, മറ്റൊരെണ്ണത്തിന് ചീക്ക് എന്ന്, മറ്റൊരെണ്ണത്തിന് ഐ ഹോൾ എന്ന് പറയും. ഓരോന്നായിട്ട് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പാർട്ടിനെ ഫേസ് എന്ന് പറയും. കണ്ടില്ലായിരുന്നോ, ഈ ഒരു പാർട്ടിനെയാണ് ഫേസ് എന്നറിയപ്പെടുന്നത് അല്ലെ, ഫേസ്. ഇനി ഫേസിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ പാർട്ടിനെ പറഞ്ഞ പേര് പീൻ. നോക്കിയേ, ഫേസ് ഉണ്ട്, ഫേസിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ പാർട്ടിനെ പറയുന്ന പേര് പീൻ കേട്ടോ, പീൻ, PEIN, പീൻ എന്ന് പറയും, പീൻ. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ പോർഷനെ പറഞ്ഞ പേര് ചീക്ക് എന്നാണ്. എന്താ പറയുന്നത്, ചീക്ക്. ഇനി ഇവിടെ തന്നെ മറ്റൊരു പാർട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ പേര് ഐ ഹോൾ ആണ്. അപ്പൊ നോക്കി, എത്ര പാർട്ടുണ്ട്, 1 2 3 4 പാർട്ടാണ് ഇതിന് മേജർ ആയിട്ടുള്ളത്. ആർക്കാണ് ഉള്ളത്, ഹാമറിന്റെ ഹെഡുകൾ കൺസിസ്റ്റ് ചെയ്യുന്നത് വെറുതെ 4 പാർട്ടുകൾ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ്, ഫേസ്, അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് പീൻ എന്ന് പറഞ്ഞ പാർട്ട്, ഇതിന്റെയും നടുക്കിരിക്കുന്ന ഒരു പോർഷൻ ചീക്കാണ്. പിന്നെ ഇതിനകത്തൊരു ഐ ഹോൾ എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. ഈ ഐ ഹോളിനകത്താണ് നിങ്ങൾ എന്തിനെ കൊണ്ട് കയറ്റുന്നത്, ഹാൻഡിൽ അല്ലെ. ഹാൻഡിൽ എന്ന ഒരു പോർഷനെ പിടിച്ച് കയറ്റിയതിനു ശേഷം പുറത്തുനിന്ന് വെഡ്ജ് അല്ലെങ്കിൽ ആപ്പ് എന്ന് പറയും അല്ലെ, ആപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനകത്തോട്ട് ഒരു തള്ളല്ലേ, ഇങ്ങനെ ഒരു ചെറിയൊരു ആപ്പ് പോലെ വെക്കും. ഈ ആപ്പ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഹാമറിന്റെ ഹെഡിനകത്തോട്ട് എന്തിനെ കയറ്റുന്നത്, ഈ ഒരു ഹാൻഡിലിനെ കയറ്റുന്നത് അല്ലെ. ഹാൻഡില് എന്തിനകത്തോട്ട് കയറ്റുന്നത്, ഈ ഹെഡിനകത്തോട്ട് നൈസിനെ കയറ്റുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് വെഡ്ജ് അല്ലെ, വെഡ്ജിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. പഠിച്ചു വയ്ക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിനകത്തുള്ള എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാം. അപ്പം ഇനി ഓരോ പാർട്ടായിട്ട് നോക്കാം. എന്താണ് ഫേസ്, എന്താണ് ഫേസിന്റെ പർപ്പസ്. അപ്പോൾ ഫേസിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. ഫേസ് എന്താ ഉപയോഗിക്കുന്നത്, ഫേസ് ഈസ് എ സ്ട്രൈക്കിംഗ് പോർഷൻ അല്ലെ. നിങ്ങൾ ഫേസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. സ്ലൈറ്റ് കോൺവെക്സിറ്റി ഈസ് ഗിവൺ ടു അവോയ്ഡ് ഡിഗിങ് ഇൻ ടു ദ എഡ്ജ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു എഡ്ജിന്റെ വർക്ക് അല്ലെങ്കിൽ ഒരു വർക്ക് പീസിന്റെ ഒരു എഡ്ജോ കാര്യങ്ങളോ നിങ്ങൾ അടിക്കുന്ന സമയത്ത് ആ എഡ്ജിലോട്ട് ഒരു കാരണവശാലും ഈ ഫേസിന്റെ ഭാഗം ചെന്ന് എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടില്ല, ഡിഗ് ചെയ്ത് കയറി പോകാൻ വേണ്ടി പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട്
ഫേസിന്റെ അറ്റം അല്ലെങ്കിൽ ഫേസിന്റെ അറ്റത്തില് എപ്പോഴും ഇങ്ങനെയല്ല വെച്ചിരിക്കുന്നത്, ചെറിയൊരു കോൺവെക്സിറ്റി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഫേസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സംഭവം മനസ്സിലായല്ലേ, ഇങ്ങനെ ഒരു ചെറിയൊരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും എപ്പോഴും ഫേസുകൾ പ്രൊവൈഡ് ചെയ്യിപ്പിക്കുക. എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ഇതാക്കുന്നത്, എന്തിനാ വെക്കാൻ നമുക്ക് ഡിഗിങ് ഇൻ ടു ദ എഡ്ജ് അല്ലെ, എഡ്ജിനകത്തോട്ട് അത് ഇങ്ങനെ കയറി പോവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫേസിന്റെ അറ്റത്ത് എപ്പോഴും എന്ത് ചെയ്യിപ്പിക്കുന്നത്, ഒരു കോൺവെക്സിറ്റി പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്നത്. ഇനി ഫേസ് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് പാർട്ട് അല്ലെ, ഫേസ് എന്ന് പറഞ്ഞപ്പോൾ ഇതാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പാർട്ട് ഇരിക്കുന്ന സാധനമായിരിക്കും പീൻ എന്ന് പറയുന്നത് അല്ലെ, പീൻ. ആ പീൻ ഈസ് ദ അതർ എൻഡ് ഓഫ് ദ ഹെഡ് അല്ലെ, ഹെഡിന്റെ അതർ എൻഡ് ആയിരിക്കും പീൻ, അറിയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് വർക്ക് ലൈക്ക് റിവറ്റിംഗ് ആൻഡ് ബെൻഡിങ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, നമുക്ക് തൊട്ട് മുമ്പേ നമ്മൾ സ്ട്രൈക്കിംഗ് പോർഷൻ ആണ് ഫേസ് എങ്കിൽ, അതേസമയം ഫോം ചെയ്യിപ്പിക്കുക, ഏതെങ്കിലും ഒരു ഷേപ്പിലോട്ട് ഇദ്ദേഹത്തിന് എത്തിക്കുക. അപ്പൊ ഫോമിംഗ് വർക്കുകൾ എന്തിനൊക്കെ പറയുന്നത്, റിവറ്റിംഗ് വർക്ക്, ബെൻഡിങ് വർക്ക്, അങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ നമ്മൾ സാധാരണ എന്താ ഉപയോഗിക്കുന്നത്, പീൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ദ പീൻ ഈസ് ഓഫ് ഡിഫറെന്റ് ഷേപ്സ് ലൈക്ക്, അപ്പൊ പീനുകൾ മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ എന്ത് മാറിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ഹാമറിന്റെ പേരുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഡിഫറെന്റ് ഷേപ്പിലായിരിക്കും പീനുകൾ വരിക. അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്ക് ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരെണ്ണത്തിനെ ബോൾ പീൻ എന്നും, മറ്റൊരെണ്ണത്തിനെ ക്രോസ് പീൻ എന്നും, മറ്റൊരെണ്ണത്തിനെ സ്ട്രേറ്റ് പീൻ എന്നും. അപ്പൊ പീനിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഹാമറുകളെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം, 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരെണ്ണത്തിനെ ബോൾ പീൻ എന്നും, മറ്റൊരെണ്ണത്തിനെ ക്രോസ് പീൻ എന്നും, അടുത്തതിനെ നമ്മൾ സ്ട്രേറ്റ് പീൻ എന്നും പറയും. അപ്പൊ നോക്കാം, ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണെന്ന്. ആദ്യം പറയുന്നത് ബോൾ പീൻ അല്ലെ, ഈ ഒരു പീന്റെ ഷേപ്പ് വന്നിട്ട് ചെറിയൊരു ബോളിന്റെ ഷേപ്പാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ബോൾ പീൻ എന്നും, അതേസമയം ഇതൊരു ക്രോസ് ഷേപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ, നോക്കി ഇങ്ങനെ ഒരു ക്രോസ് ഷേപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ ക്രോസ് പീൻ എന്നും, അതേസമയം ഇത് സ്ട്രെയിറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഹാൻഡിൽ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഹാൻഡിലിന് സ്ട്രെയിറ്റ്, ഹാൻഡിലിന് പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ സ്ട്രെയിറ്റ് പീൻ എന്നും, അതേസമയം ഇവിടെ ഇങ്ങനെ ഹാൻഡിൽ ഇരിക്കുകയാണെങ്കിൽ ഹാൻഡിലിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് ക്രോസ് പീൻ എന്നും, അതേസമയം ഇതിന്റെ അറ്റത്ത് ഒരു ബോളിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഓക്കെ ഇതാണ് നമ്മളെ ബോളിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മളെ ബോൾ പീൻ എന്നും പറയും കേട്ടോ. ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്ന് എന്തിനാണ് പർപ്പസ് എന്നുള്ള സാധനം കേൾക്കാം. ഇനി നോക്കി, ഇനി അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെ, ചീക്ക് എന്ന് പറഞ്ഞ ഒരു നടുക്കൊരു സെൻട്രലുള്ള പോർഷൻ ഉണ്ട്, അദ്ദേഹത്തിന് ചീക്ക് എന്നാണ് പറയുന്നത്, ചീക്ക്. അപ്പൊ ചീക്ക് ഈസ് ദ മിഡിൽ പോർഷൻ ഓഫ് ദ ഹാമർ ഹെഡ്. ഹാമറിന്റെ ഹെഡ് ഉണ്ടെങ്കിൽ ഹാമർ ഹെഡിന്റെ മിഡിൽ പോർഷൻ ആയിരിക്കും ചീക്ക്. നോക്കാം, നമ്മുടെ ഇദ്ദേഹത്തിന് ഒരു വെയിറ്റ് കാണും അല്ലെ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഹാമറിന് ഒരു പർട്ടിക്കുലർ വെയിറ്റും കാര്യങ്ങളും കാണും. ആ വെയിറ്റുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചീക്ക് എന്ന പോർഷൻ ഉപയോഗിക്കുന്നത്. നോക്കിയേ, ചീക്കിന്റെ കാര്യം കാണിച്ചു തരാം. ചീക്ക് എവിടെയാണ് ഇരിക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് ചീക്ക് കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ ആയിരിക്കും ചീക്ക്. അപ്പോൾ ഇത് സ്ട്രൈക്കിംഗ് പർപ്പസസിനൊന്നും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് ഈ ചീക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. എന്താ പറയുന്നത്, സോഫ്റ്റ് ആയിരിക്കും. അതേസമയം സ്ട്രൈക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഫേസും പീനും ആയിക്കോട്ടെ, ഇത് രണ്ടും ഹാർഡൻ ചെയ്തിട്ടിരിക്കും കേട്ടോ, ഹാർഡൻഡ് പോർഷൻ ആയിരിക്കും. ഏതൊക്കെയായിരിക്കും, ഫേസും പീനും ഹാർഡൻഡ് പോർഷൻ, അതേസമയം ചീക്ക് എന്ന് പറഞ്ഞ സാധനം സോഫ്റ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ, അല്ലെങ്കിൽ ലെഫ്റ്റ് സോഫ്റ്റ് എന്നാണ് പറയുന്നത് എപ്പോഴും. ഒരു പർട്ടിക്കുലർ പോർഷൻ ചീക്ക് എന്നറിയപ്പെടുന്ന സാധനം എപ്പോഴും പോർഷൻ ഹാമർ ഹെഡ് ഈസ് ലെഫ്റ്റ് സോഫ്റ്റ് ചെയ്യുക, സോഫ്റ്റ് ആയിട്ട് അടിയിരിക്കുക. മീൻസ് സോഫ്റ്റ് ചെയ്തിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുന്നത്, ഹാർഡൻ ചെയ്തിട്ടില്ല. കാരണം അത് ഒരിക്കലും സ്ട്രൈക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത ഒരു പർട്ടിക്കുലർ പോർഷൻ ആണ് ഈ ചീക്ക് അല്ലെ, നടുക്കുള്ള പോർഷൻ. അപ്പൊ അവിടെ ആയിരിക്കും നമ്മൾ എടുത്തിരിക്കുന്ന ഹാമറിന്റെ വെയിറ്റ് എപ്പോഴും മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അതിനകത്തായിരിക്കും, ചീക്ക് എന്ന പോർഷൻ. ഇനി അതിനുശേഷം അടുത്ത പറയുന്ന പോർഷൻ ആണ് ഐ ഹോൾ. നേരത്തെ പറഞ്ഞല്ലോ, ഹാൻഡിൽ ഇതിനകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഐ ഹോൾ ഉപയോഗിക്കുന്നത്. ഐ ഹോൾ ഈസ് മെന്റ് ഫോർ ഫിക്സിംഗ് ദ ഹാൻഡില് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഐ ഹോൾ ഉപയോഗിക്കുന്നത്. ദ ഐ ഈസ് ഷേപ്ഡ് ടു ഫിറ്റ് ദ ഹാൻഡിൽ റിജിഡ്ലി. അപ്പം അതിനൊരു ഐ എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട് അല്ലെ, ഒരു കണ്ണ് പോലെ ഇരിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും. നമ്മുടെ ആ ഒരു ഹാമർ ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഹാമറിലെ ഇവിടെ ഇങ്ങനെ ഒരു കണ്ണിന്റെ പോർഷൻ പോലെ ഇരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐ ഹോൾ എന്നിരിക്കുന്നത് അല്ലെ, ഐ ഹോൾ. ദ വെഡ്ജസ് ഫിക്സ് ദ ഹാൻഡിൽ ഇൻ ദ ഐ ഹോൾ. നിങ്ങൾ എന്തിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും, പുറത്തുനിന്ന് വെഡ്ജ് ഉണ്ടെങ്കിൽ ആ വെഡ്ജിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഹാൻഡിലിനെ ഐ ഹോളിലോട്ട് നൈസിനി അങ്ങ് കയറ്റുന്നത്. നമ്മുടെ ഹാൻഡിലുണ്ട്, ആ ഹാൻഡിലിനെ പിടിച്ച് ഈ ഐ ഹോളിലോട്ട് കയറ്റിയതിനു ശേഷം വെഡ്ജ് വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ ഫിക്സ് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ ഐ ഹോളിന്റെ സാധനം. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മൾ ഹാമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്സുകൾ പറയുന്നത്. ഇനി ഹാമർ നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടായിരിക്കും മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെസിഫിക്കേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻ എഞ്ചിനീയർ ഹാമർ ഈ സ്പെസിഫൈഡ് ബൈ ദർ വെയിറ്റ്. എന്തിന്റെ ഞാൻ പറയുന്നത്, വെയിറ്റ് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യും. അതുപോലെ തന്നെ ദ ഷേപ്പ് ഓഫ് ദ പീൻ, കുട്ടുമ്പേ പറഞ്ഞില്ലേ, പീന്റെ ഷേപ്പ് അനുസരിച്ചിട്ട്, ഷേപ്പുകൾ മാറുന്ന അനുസരിച്ചിട്ട് കടക്കാരൻ എടുത്തു തരുന്ന ഹാമർ വ്യത്യാസമായിരിക്കും, ഷേപ്പ് ഓഫ് ദ പീൻ. അപ്പൊ ഷേപ്പ് ഓഫ് ദ പീന്റെ ബേസിസിൽ എത്രയായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞത്, 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു, ബോൾ പീൻ ഉണ്ട്, ക്രോസ് പീൻ ഉണ്ട്, സ്ട്രെയിറ്റ് പീൻ ഉണ്ട്. ഇനി വെയിറ്റുകൾ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വെയിറ്റ് നമുക്ക് പഠിപ്പിക്കുന്ന ഇതാണ് കേട്ടോ. ദ വെയിറ്റ് വേരീസ് ബിറ്റ്വീൻ 125നും 1500നും ഇടയ്ക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ടെക്സ്റ്റ് പ്രകാരം പറയുന്നത് കേട്ടോ. 125 ഗ്രാം മുതൽ 1500 ഗ്രാം വരെ ആയിരിക്കും ഈ ഒരു ടെക്സ്റ്റ് പ്രകാരം നമ്മുടെ ഹാമറിന്റെ വെയിറ്റ് പറയുന്നത്. എത്രയാണ്, 125 ഗ്രാം മുതൽ 1500 ഗ്രാം വരെ ആയിരിക്കും നമ്മുടെ
എന്തിരിക്കുന്നത്, നമ്മുടെ ഹാമറിന്റെ വെയിറ്റ് ഇരിക്കുന്നത്. ഇനി നോക്കാം, അടുത്ത എന്താ എഴുതിക്കുന്നത് നോക്കാം. ദ വെയിറ്റ് ഓഫ് ആൻ എഞ്ചിനീയർ ഹാമർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഹാമർ ഉണ്ടെങ്കിൽ, മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി ഒരു ടൈപ്പ് ഓഫ് ഹാമറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വെയിറ്റ് എപ്പോഴും പറയുന്നത് എത്രയായിരിക്കും, 250 ഗ്രാം വരെ ആയിരിക്കും അല്ലെ. മോസ്റ്റ് കോമൺലി നമ്മൾ പറയുന്നത് 125നും 1500 അല്ലെ, 125 ഗ്രാമിനും 1500 ഗ്രാമിനും ഇടയ്ക്കായിരിക്കും നമ്മുടെ ഹാമറിന്റെ വെയിറ്റ് പറയുന്നത്. അതേസമയം മാർക്കിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ വർക്ക്ഷോപ്പിലും അങ്ങനെ കാര്യങ്ങളിലെല്ലാം എടുക്കുന്ന സമയത്ത് അത് 250 ഗ്രാം ആണ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഹാമറുകൾ. ഇത് ബോൾ പീൻ ഹാമർ ഐ യൂസ്ഡ് ഫോർ ജനറൽ വർക്ക് ഇൻ ദ മെഷീൻ അല്ലെങ്കിൽ ഫിറ്റിംഗ് ഷോപ്പ്. അതും കൂടെ പഠിച്ചു വെക്കുക. ബോൾ പീൻ ഹാമർ ആയിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഹാമർ, അതും പഠിക്കണം. ബോൾ പീൻ ഹാമർ ആണ് മോസ്റ്റ് കോമൺലി നമ്മൾ എന്തിലിരിക്കുന്ന വർക്ക്ഷോപ്പിലും കാര്യങ്ങളിൽ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഹാമർ, അതും കൂടെ പഠിക്കുക. ഇനി അതുപോലെ തന്നെ അതിന്റെ കൂടെ പഠിക്കുന്ന ബിഫോർ യൂസിങ് ഹാമർ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കുറച്ച് സേഫ്റ്റി കാര്യങ്ങൾ. മേക്ക് ഷുവർ ദാറ്റ് ദ ഹാൻഡിൽ ഈസ് പ്രോപ്പർലി ഫിക്സഡ് ആൻഡ് സെലക്ട് എ ഹാമർ വിത്ത് കറക്റ്റ് വെയിറ്റ് സ്യൂട്ടബിൾ ഫോർ ദ ജോബ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ജോബാണ് സ്യൂട്ട് ചെയ്യണമെങ്കിൽ, പർട്ടിക്കുലർ ജോബാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ ജോബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഹാമറുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജോബുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജോബിന് വേണ്ടിയിട്ട് സ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹാമറുകൾ എടുക്കാൻ വേണ്ടി നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് ഉള്ള ഹാമറുകൾ എടുക്കാൻ വേണ്ടി നോക്കുക. ചെക്ക് ദ ഹെഡ് ആൻഡ് ഹാൻഡിൽ ഫോർ എനി ക്രാക്ക് ആൻഡ് എൻഷുർ ദാറ്റ് ദ ഫേസ് ഓഫ് ദ ഹാമർ ഈസ് ഫ്രീ ഫ്രം ഓയിൽ ആൻഡ് ഗ്രീസ്. അതായത് നമ്മുടെ ഇരിക്കുന്ന ആ ഒരു സംഗതി അല്ലെ, നമ്മുടെ ഇരിക്കുന്ന 2 അല്ലെങ്കിൽ ഹാമറിന് 2 പാർട്ടാണെന്ന് പറഞ്ഞു. ഒരെണ്ണം വന്നിട്ട് ഹെഡ് എന്നും മറ്റൊരെണ്ണം വന്നിട്ട് ഹാൻഡിൽ ഉണ്ട് അല്ലെ. അത് രണ്ടും കൂടെ പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. എന്തൊക്കെയാണ്, ഹെഡും ഹാൻഡിലും ഉണ്ടെങ്കിൽ ഹെഡ് ഹാൻഡിലും പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നോ ഇല്ലയോ എന്നുള്ള സംഭവം ആദ്യം നോക്കുക. ഇനി രണ്ടാമതെന്ന് പറയപ്പെടുന്ന ഇദ്ദേഹത്തിന് എന്ത് ഒരു ഫേസ് എന്നുള്ള പോർഷൻ ഉണ്ട് അല്ലെ. ഫേസ് എന്നുള്ള പോർഷൻ ഉണ്ടെങ്കിൽ അതിൽ ഓയിലോ ഗ്രീസോ കേട്ടോ, ഫ്രീ ഫ്രം ഓയിൽ ആണ്, ഓയില് അല്ലെങ്കിൽ ഗ്രീസോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംഭവം കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഹാമറുകൾ നമ്മൾ ഉപയോഗിക്കാൻ. ഓയിലോ ഗ്രീസോ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഹാമറുകൾ ഉപയോഗിക്കാൻ. അതായത് അത് എപ്പോഴും വൃത്തിക്ക് വേണം എപ്പോഴും സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ വൃത്തിക്ക് വേണം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തോ അതുപോലെ തന്നെ ഇതിനെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്തോ എപ്പോഴും വൃത്തിക്ക് വേണം സൂക്ഷിക്കാൻ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ വേണമെങ്കിലൊക്കെ ചോദിക്കാം, എന്തെങ്കിലുമൊക്കെ ചിലപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിന് വേണമെങ്കിൽ കയറി വരാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് അറിയേണ്ട സംഭവം എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ബോൾ പിൻ എവിടെ ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ബോൾ പിൻ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത് റിവറ്റിംഗ് പർപ്പസിനാണ്. അങ്ങനെ തന്നെ പഠിക്കുക. റിവറ്റിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ബോൾ പിൻ ആണ്. ഇനി അതിന്റെ പോലെ തന്നെ അടുത്ത നമ്മൾ പഠിക്കുന്നത് ക്രോസ് പിൻ അല്ലെ. ക്രോസ് പിൻ എന്നറിയപ്പെടുന്നത് നിങ്ങളുടെ ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ, ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു മെറ്റലിനെ സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്യണത് നമ്മുടെ ആ ഒരു ലൈൻ ഓഫ് സ്ട്രൈക്കിങ്ങിനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് മെറ്റലിനെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഇതായിരിക്കും ക്രോസ് പീൻ ഹാമർ കേട്ടോ, ക്രോസ് പീൻ ഹാമർ. അതേസമയം എഡ്ജുകൾ, എന്തെങ്കിലും കോർണറുകളോ എഡ്ജുകളോ ഉണ്ടെങ്കിൽ ആ എഡ്ജുകളിലും കോർണറുകളിലും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് പീൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും കേട്ടോ. ക്വസ്റ്റ്യനിനകത്ത് വരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ബോൾ പീൻ നമ്മൾ മോസ്റ്റ് കോമൺലി എന്തിനാണ് ഉപയോഗിക്കുന്നത്, റിവറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കും. ഇനി ക്രോസ് പീൻ എന്താ ഉപയോഗിക്കുന്നത്, മെറ്റലിനെ സ്പ്രെഡ് ചെയ്യണം അല്ലെ. ഒരു പർട്ടിക്കുലർ മെറ്റലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മെറ്റലിനെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മെറ്റലിനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹാൻഡിൽ ഉണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ് അല്ലെ. ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ ഓഫ് സ്ട്രൈക്കിംഗ് എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യിപ്പിക്കണം, സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ. മെറ്റലിനെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നത് അത് എന്ത് ടൈപ്പ് ഓഫ് ഹാമർ ആയിരിക്കും ഉപയോഗിക്കുന്നത്, ക്രോസ് പീൻ ഉപയോഗിക്കും. അതേസമയം ഈ സ്ട്രെയിറ്റ് പീൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും എഡ്ജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോർണറുകളോ ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് തട്ടോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, സ്ട്രെയിറ്റ് പീൻ ടൈപ്പ് ഓഫ് ഹാമർ ആണ്. ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മാക്സിമം ചോദിക്കാനുള്ളൂ. ഇതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനെ ചോദിക്കത്തുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനുകൾ നോക്കാം. ഇത്രയും ക്ലിയർ അല്ലേ, 3 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? വളരെയധികം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ ആദ്യം സ്ക്രൈബർ എടുത്തു, രണ്ടാമത് നമ്മൾ പഞ്ചസ് ആയിരുന്നു, മൂന്നാമത് നമ്മൾ ഹാമർ ആയിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ, കുഴപ്പമില്ലല്ലോ, ആരുമില്ലേ? ഈ ക്വസ്റ്റ്യൻ വിച്ച് പാർട്ട് ഓഫ് എ ഹാമർ ഈസ് മെന്റ് ഫോർ ഫിക്സിംഗ് ഹാൻഡിൽ റിജിഡ്ലി. എന്താ, ഹാൻഡിൽ പ്രോപ്പർ ആയിട്ട് റിജിഡ് ആയിട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ ഏതാ ഉപയോഗിക്കുക, ഐ ഹോള്, ചീക്ക്, പീന്, വെഡ്ജ്, ഏതാ ഉപയോഗിക്കുക? ഒന്നുകൂടെ നോക്കിയേ, വിച്ച് പാർട്ട് ഓഫ് എ ഹാമർ ഈസ് മെന്റ് ഫോർ ഫിക്സിംഗ് ഹാൻഡിൽ റിജിഡ്ലി, എന്താ ഉപയോഗിക്കുക?
പാർട്ടാണെങ്കിൽ ഐ ഹോൾ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ ഹോൾ ആണ് പഠിക്കുക. ഐ ഹോൾ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. വിച്ച് പാർട്ട് ഓഫ് ഹാമർ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ എന്തിന് ചോദിച്ചായിരുന്നു, നമ്മുടെ ട്രേഡ്സ്മാൻ വെൽഡറിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നേ. വിച്ച് പാർട്ട് ഓഫ് ഹാമർ, ഹാമറിനകത്തുള്ള പാർട്ടിനെ നിങ്ങൾ എടുക്കണം കേട്ടോ. ഹാമറിനകത്തുള്ള പാർട്ടാണ് ചോദ്യം. മെന്റ് ഫോർ ഫിക്സിംഗ് ഹാൻഡിൽ റിജിഡ്ലി, റിജിഡ്ലി നിങ്ങൾക്ക് ഒരു പാർട്ടിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്, ഏതാ ഉപയോഗിക്കുന്നത്, ഐ ഹോൾ ആണ്. അപ്പൊ നമുക്ക് നേരെ തോന്നും അല്ലെ വെഡ്ജ് ആണോ എന്ന് തോന്നും. വെഡ്ജ് അല്ല, പകരം എന്തായിരിക്കും, ഐ ഹോൾ ആയിരിക്കും അല്ലെ. നമുക്ക് ആ ഒരു ഹാൻഡിൽ പ്രോപ്പർ ആയിട്ട് പിടിപ്പിക്കണം. അത് എന്തിലാ ഉപയോഗിക്കുന്നത്, ഐ ഹോളിലായിരിക്കും കൊണ്ടുവന്ന് വെക്കുന്നത്. ഇനി ഐ ഹോൾ ഒന്ന് ബലപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സാധാരണ വെഡ്ജ് ഉപയോഗിക്കുന്നത്. വെഡ്ജ് എന്നറിയപ്പെടുന്നത് ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് എ ഹാമർ അല്ലെ. ഹാമറിന്റെ ഒരിക്കലും ഒരു പാർട്ടല്ല. ഹാമറിന് ആ കൂടെ രണ്ട് പാർട്ടുകൾ, ഒരെണ്ണം വന്നിട്ട് ഹെഡും ഹാൻഡിലും. അപ്പൊ ഹെഡിനെ പിടിച്ച് ഹാൻഡിലിനകത്തോട്ട് കയറ്റണം. ഹെഡിനകത്ത് വരുന്ന പാർട്സുകളിൽ വരുന്ന സാധനമായിരിക്കും ഐ ഹോൾ അല്ലെ. ഹെഡിനകത്ത് ബാക്കി വരുന്ന സാധനം എന്തൊക്കെയായിരുന്നു, ഫേസ് ഉണ്ടായിരുന്നു, ചീക്ക് ഉണ്ടായിരുന്നു, പീൻ ഉണ്ടായിരുന്നു. Okay. Which among the following hammer used to spread the metal in one direction? ഏതാ ഉപയോഗിക്കുന്നത്, the metal in one direction, ഒരു ഡയറക്ഷനിലോട്ട് മെറ്റലിനെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഏതാ ഉപയോഗിക്കുന്നത്, സ്ട്രെയിറ്റ് പീൻ, ബോൾ പിൻ, സ്ലെഡ്ജ് ഹാമർ, ക്രോസ് പീൻ. ഏതാ ഉപയോഗിക്കുന്നത്, ക്രോസ് പീൻ ഹാമർ അല്ലെ. ക്രോസ് പീൻ ഹാമർ പഠിക്കാനെ. the metal which hammer is used to spread the metal in one direction, ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ മെറ്റലിനെ ഒരൊറ്റ ഡയറക്ഷനിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ക്രോസ് പീൻ ഹാമർ ആണ് ഉപയോഗിക്കുന്നത്. ക്രോസ് പീൻ ഹാമർ. Okay. Which punch is used to make a light punching mark for position divider? Divider വെക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് പഞ്ചാണ് ഉപയോഗിക്കുന്നത്, ഡിവൈഡർ വെക്കാൻ ഏത് ടൈപ്പ് ഓഫ് പഞ്ചാണ് ഉപയോഗിക്കുന്നത്, പ്രിക് പഞ്ച്, ഡോട്ട് പഞ്ച്, സെന്റർ പഞ്ച്, ഹോളോ പഞ്ച്, ഏത് പഞ്ചാണ് ഉപയോഗിക്കുന്നത് ഡിവൈഡറിന് വേണ്ടിയിട്ട്? അത്രേ ഉള്ളൂ അല്ലെ. പ്രിക് പഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എത്രയായിരുന്നു, പ്രിക് പഞ്ചിന് ഈ 30 അല്ലെ. അതായത് നമ്മുടെ ഇതിന് വേണ്ടി ഡിവൈഡറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിക് പഞ്ചിന്റെ ആംഗിൾ 30. അതേസമയം ഡോട്ട് പഞ്ചിന് എത്രയായിരുന്നു ആംഗിൾ, ഡോട്ട് പഞ്ചിന് എന്തായിരുന്നു ആംഗിൾ, 60 അല്ലെ. 60. എന്തിനു വേണ്ടിയിട്ടാണ് ഡോട്ട് പഞ്ച് ഉപയോഗിച്ചത്, ഡോട്ട് പഞ്ച് എന്തിനാ ഉപയോഗിച്ചത്, വിറ്റ്നസ് മാർക്കിംഗ് അല്ലെ. വിറ്റ്നസ് മാർക്കിന് വേണ്ടിയാണ് ഡോട്ട് പഞ്ച് ഉപയോഗിച്ചത്. അതേസമയം സെന്റർ പഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എത്രയായിരുന്നു, 90 അല്ലെ. 90 എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഡ്രില്ലിന് അല്ലെ. ഡ്രിൽസിന് വേണ്ടിയിട്ട് അല്ലെ. ഡ്രില്ല് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഡ്രില്ലിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പഞ്ച് മാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് നമ്മുടെ സെന്റർ പഞ്ച്. ഹോളോ പഞ്ച് നമുക്ക് പഠിക്കാനല്ല, വേണ്ട. വിച്ച് പോർഷൻ ഓഫ് ദ ഹാമർ ഹെഡ് ഈസ് ലെഫ്റ്റ് സോഫ്റ്റ്? ഓക്കെ. ഏതാണ്, ചീക്ക്, ഫേസ്, വെഡ്ജ്, പീൻ, ഏതായിരുന്നു സോഫ്റ്റ് ചെയ്ത്, ചീക്ക് അല്ലെ. ചീക്കിൽ എന്താ പ്രത്യേകത, ചീക്കിന് വേറെ എന്തെങ്കിലും, സോഫ്റ്റ് ചെയ്യല്ല, വേറെന്തോ ഒരു പ്രത്യേകതയും കൂടെ അല്ലെ ചീക്കുമായിട്ട് ബന്ധപ്പെട്ട്, എന്തോ ഒന്ന് മാർക്ക് ചെയ്തിട്ടില്ല, കേട്ടില്ല. ഓക്കെ. വെയിറ്റ് ഓഫ് ഹാമർ അല്ലെ. ഹാമറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് ഈസ് മാർക്ക്ഡ്, എവിടെയായിരിക്കും, ഇതിൽ മാർക്ക് ചെയ്തിട്ടിരിക്കും കേട്ടോ. ഈ ഒരു ചീക്ക് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പോർഷനിൽ വെയിറ്റ് ഓഫ് ദ ഹാമർ ഈസ് മാർക്ക് ചെയ്തിട്ടിരിക്കും. ഇതൊക്കെ നമുക്ക് ഈ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഈ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ ഡ്രോയിങ് ക്ലിയർ ലൈൻസ് ഇൻ ഷീറ്റ് മെറ്റൽ നിങ്ങൾക്ക് ക്ലിയർ ലൈൻ വരയ്ക്കണമെങ്കിൽ ദ വർക്കിംഗ് ഓഫ് പോയിന്റ് ഓഫ് എ സ്ക്രൈബർ ഈസ് ഗ്രൗണ്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ്, നമ്മുടെ സ്ക്രൈബറിന്റെ ആ ഒരു പോയിന്റ് ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. ഏതായിരുന്നു ആൻസർ, 10, 20, 20, 30, 30, 40, 20, 50, ഏതായിരുന്നു ആൻസർ, 10, 20 അല്ലെ. 10, 20. അതേസമയം നമുക്ക് ഇവിടെ ഇപ്പം 20, 30 അല്ല തരുന്നത്, 12, 15 ആണ് ആൻസർ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. 20, 30 ഇല്ല, പകരം 12, 15 ആണ് ആൻസർ എന്നെങ്കിൽ ഏത് ആൻസർ അടിക്കും, 12, 15 അടിക്കണം കേട്ടോ. 12, 15 അടിക്കണം. 10, 20നെക്കാട്ടിയും കുറച്ചുകൂടെ സ്പെസിഫൈ ആയിട്ടുള്ള വാല്യൂ ആണ് 12, 15. അപ്പൊ അതുകൊണ്ട് 12, 15 അടിക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഇതിനും അപ്പീലൊക്കെ പോകും കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടും കൂടെ ഒരുമിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പീലൊക്കെ പോകും. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ഓഫ് സെന്റർ പഞ്ച്, സെന്റർ പഞ്ചിന്റെ യൂസ് എന്താണെന്ന്. ഓക്കെ. ഗുഡ് സീറ്റിംഗ് ഫോർ സ്റ്റാർട്ടിംഗ് ദ ഡ്രിൽ, ലൈറ്റ് പഞ്ച് മാർക്ക് ഫോർ ഡിവൈഡർ ആൻഡ് ട്രാമൽ, പഞ്ചിങ് സ്മോൾ ഹോൾസ്, നൺ ഓഫ് ദ എബവ്. ഏതാണ് ആൻസർ, സെന്റർ പഞ്ചിന് എന്താ ഉപയോഗിക്കുന്നത്, അതെ, ഗുഡ് സീറ്റിംഗ് ഫോർ സ്റ്റാർട്ടിംഗ് ദ ഡ്രിൽ അല്ലേ, ഓപ്ഷൻ എ. ദ വെയിറ്റ് ഓഫ് ആൻ എഞ്ചിനീയർ ഹാമർ, എഞ്ചിനീയർ ഹാമറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് എങ്ങനെയാ ഇതാക്കുന്നത്, നോർമലി യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. നമുക്ക് എഞ്ചിനീയറിംഗ് ഹാമറിലെ നമ്മുടെ മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന്റെ വെയിറ്റ് എത്ര എന്നാണ് ചോദ്യം. 250 അല്ലെ, 250 ഗ്രാം. മോസ്റ്റ് കോമൺലി നമ്മൾ എഞ്ചിനീയേഴ്സ് ഹാമർ ആയിട്ട് പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ഹാമർ ആണ്, ബോൾ പീൻ അല്ലെ, ബോൾ പീൻ.
ഓക്കെ. അപ്പൊ ഇന്നത്തേക്ക് മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. താങ്ക് യു.